Hi dear students. മക്കളെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പീരീഡിലേക്കാണ്. അഥവാ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ നമ്മുടെ കാലഘട്ടം എന്താണെന്ന് മക്കൾക്ക് അറിയോ? വേദ കാലഘട്ടം അഥവാ വേദിക് ഏജിലേക്കാണ് നമ്മൾ ഇന്ന് ഒരു യാത്ര പോകുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വേദങ്ങളൊക്കെ അറിയാനുണ്ട് കേട്ടോ. വേദങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ വേദങ്ങളും മക്കൾ പഠിക്കേണ്ട. ഓരോ വേദങ്ങൾ എന്താണെന്നും ആ വേദങ്ങളിൽ കുറച്ച് ജനസമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അഥവാ ആ ജനസമൂഹങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്നത് കുറച്ച് വേദങ്ങളിൽ നിന്നാണ്. ആ വേദങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് അറിഞ്ഞു നോക്കിയാലോ. അപ്പൊ മക്കളെ ഇവിടെ നോക്കിയേ, നമ്മുടെ വേദ കാലഘട്ടം അഥവാ വേദിക് ഏജ് എന്ന് പറയുന്നത് 1500 BC മുതൽ ഏത് BC വരെയാണ്? 1500 BC മുതൽ 600 BC വരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേദിക് ഏജ് അഥവാ വേദ കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വേദ കാലഘട്ടത്തെ നമ്മൾ രണ്ടെണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ മക്കൾ? സ്ക്രീനിൽ നോക്കിയേ, ഋഗ്വേദ കാലഘട്ടമെന്നും പിൻകാല വേദ കാലഘട്ടമെന്നും നമ്മൾ രണ്ടെണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഋഗ്വേദ കാലഘട്ടത്തെ അല്ലെങ്കിൽ ഋഗ്വേദിക് പീരീഡിനെ നമ്മൾ മറ്റൊരു പേരൂടെ മക്കളെ വിളിക്കും. എന്ത് പേരാണെന്നറിയോ? ഏർലി വേദിക് ഏജ്. എന്ത് പേരാണ്? നോക്കിക്കേ, മിസ് ഇവിടെ എഴുതി തരാട്ടോ. ഏർലി വേദിക് ഏജ് എന്ന് നമ്മൾ എന്തിനു വിളിക്കും? ഋഗ്വേദ കാലഘട്ടത്തെ വിളിക്കും. സോ ഈ ഒരു പീരീഡ് ഏത് മുതൽ ഏത് വരെയാ ഉള്ളതെന്ന് നോക്കിയാലോ. 1500 മുതൽ 1000 BC വരെയാണ് മക്കളെ ഋഗ്വേദിക് ഏജ് അഥവാ ഏർലി വേദിക് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പിൻകാല വേദ കാലഘട്ടത്തിന്റെ മറ്റൊരു പേരെന്താണെന്ന് നോക്കിയാലോ. ലേറ്റർ വേദിക് ഏജ്. സോ ഈ ഒരു പീരീഡ് ഏത് മുതൽ ഏത് വരെയാണ്? 1000 BC മുതൽ 600 BC വരെയാണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഏർലി വേദിക് ഏജ് അഥവാ ഋഗ്വേദ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന ഏതിൽ നിന്നായിരിക്കും? ആ പേരിൽ തന്നെ ക്ലൂ ഉണ്ട്. ഏതാ മക്കളെ? ഋഗ്വേദത്തിൽ നിന്നാണ്. നമുക്ക് പ്രധാനമായിട്ടേ 4 വേദങ്ങളാണ് ഇട്ടുള്ളത്. എത്ര വേദങ്ങളാ? 4 വേദങ്ങൾ. ഏതൊക്കെയാണ്? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. അതിലെ ഫസ്റ്റ് വേദമായ ഋഗ്വേദയിൽ നിന്നാണ് നമുക്ക് ഋഗ്വേദിക് കാലഘട്ടം അഥവാ ഏർലി വേദിക് പീരീഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നത്. രണ്ടാമത്തെ പീരീഡ് ഏതാ മക്കളെ? ലേറ്റർ വേദിക് ഏജ് അഥവാ പിൻകാല വേദകാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടുന്നാ ലഭിക്കുന്നേ? ബാക്കി 3 മിസ് പിന്നെ വേറെ ഏതൊക്കെയാ പറഞ്ഞത്? നമ്മുടെ സാമവേദ, യജുർവേദ, അഥർവവേദം. സാമവേദം, യജുർവേദം, അഥർവവേദം. ഈ 3 വേദങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പിൻകാല വേദ കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ ഭക്ഷണ രീതി എന്തൊക്കെയാണ്, അവർ ഏത് ദൈവത്തിനെ ആയിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്ത് വിശ്വാസമായിരുന്നു അവർ പുലർത്തിയെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു കേട്ടോ. അപ്പൊ എൻ്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ആദ്യം നമ്മുടെ ഏർലി വേദിക് പീരീഡ് അഥവാ നമ്മുടെ ഋഗ്വേദിക് പീരീഡ് നമുക്ക് പഠിക്കാം കേട്ടോ. ഏർലി വേദിക് പീരീഡ് അഥവാ നമ്മുടെ ഋഗ്വേദിക് പീരീഡ് ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എൻ്റെ മക്കൾ ഇവിടെ നോക്കിയേ, 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഇങ്ങോട്ട് കുടിയേറി പാർക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും? നമുക്ക് സിന്ധു നദീതട സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ മിസ് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് കുടിയേറി പാർത്ത, അതായത് ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ആളുകളായിരുന്നു ആര്? നമ്മുടെ ആര്യന്മാരെന്ന് പറയുന്നത്. അവർ ഇന്ത്യക്കാരല്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത ആളുകളായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന എവിടെ നിന്നാണ്? വേദങ്ങളിൽ നിന്നാ. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേദങ്ങൾ ഏതൊക്കെയായിരുന്നു മക്കളെ? ഏതൊക്കെ വേദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ 3 വേദങ്ങളിൽ നിന്നുമാണ് നമുക്ക് എന്ത് ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നതെന്നാ പറയുന്നത്? ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലഘട്ടം അതായത് ഈ ഒരു വേദങ്ങളിലൊക്കെ ഓരോ ജീവിതത്തെക്കുറിച്ച് മനുഷ്യന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേദ കാലഘട്ടം അല്ലെങ്കിൽ വേദകാലം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഏർലി വേദിക് പീരീഡ് അഥവാ ഋഗ്വേദിക് പീരീഡ് നോക്കുന്ന സമയത്ത് മക്കളെ അവരെ പ്രധാന തൊഴിൽ എന്തായിരുന്നു പറയുന്നത്? കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാന ജോലി. എന്താണ്?
കന്നുകാലി വളർത്തലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, കന്നുകാലി വളർത്തൽ കഴിഞ്ഞിട്ട് പിന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ കൃഷിയിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൃഷിയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. വെറും കന്നുകാലികളെ വളർത്തുക മാത്രമല്ല, കൃഷിയിൽ പ്രധാനമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് ബാർലിയാണ്. ഇപ്പൊ നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ ബാർലി പൊടി കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ ബാർലിന്റെ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയും. നല്ലതാ, ശരീരത്തിനൊക്കെ നല്ല സംഭവമാട്ടോ. അപ്പൊ ഈ ഒരു ബാർലി ആയിരുന്നു അക്കാലഘട്ടത്തെ ആളുകൾ കൂടുതലായിട്ടും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കിക്കേ എൻ്റെ മക്കളെ, ഇവര് പ്രാർത്ഥിച്ചിരുന്നു. ഇവർ ദൈവം ആരൊക്കെയായിരുന്നു? ഇന്ദ്രനുണ്ട്, വരുണനുണ്ട്, അഗ്നിയുണ്ട്, അതിഥി, ഉഷസ് എന്ന് പറഞ്ഞ വേറെ 2 ദേവതകളും ഉണ്ട് കേട്ടോ. അപ്പൊ ദേവന്മാരായിട്ട് ഇവർ ആരാധിച്ചിരുന്ന ആരൊക്കെയായിരുന്നു മക്കളെ? നോക്കിക്കേ, ഇന്ദ്രൻ, വരുണൻ, അഗ്നി. ദേവതകളായിട്ട് ഇവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അതിഥിയും ഉഷസ്സിനെയും ആയിരുന്നു ഇവരെന്താ ദേവതകളായിട്ട് ആരാധിച്ചിരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവരൊക്കെ ഓരോ കൂട്ടമായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ആര്യന്മാരുടെ കൂട്ടങ്ങൾ, അതായത് ഗ്രൂപ്പായിട്ട് ഇവർ നിൽക്കൂലേ, അതിനെ നമ്മൾ എന്താ മക്കളെ വിളിക്കുക? ഗോത്രം എന്നായിരുന്നു വിളിച്ചത്. ഓരോ ട്രൈബുകളായിട്ടായിരുന്നു, ഓരോ ഗോത്രങ്ങളായിട്ട് അഥവാ ട്രൈബ്സ് ആയിട്ടായിരുന്നു അവര് നിലനിന്നിരുന്നത്. ആര്? നമ്മുടെ ഏർലി വേദിക് പീരീഡിലെ ആളുകൾ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഇത് എന്താ മിസ് ഇവിടെ കൊടുത്തതെന്ന് വിചാരിക്കില്ലേ? എന്റെ കലം കൊടുത്തതാണോ, അല്ലെങ്കിൽ എന്റെ കല്ല് കൊടുത്തതാന്ന് വിചാരിക്കില്ലേ? സോ കലവും കല്ലൊന്നല്ല, ഇതൊരു മൺപാത്രമാണ്. അതായത് അക്കാലഘട്ടത്തിൽ നമ്മൾ ഋഗ്വേദി പീരീഡിലെ ആളുകളൊക്കെ അല്ലേ ചാര നിറത്തിലുള്ള മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു പിക്ചർ ആ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് പുരാവസ്തു ഗവേഷകരൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അവശേഷിപ്പ, അതായത് ഒരു അവശേഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പിക്ചറാട്ടോ മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, അടുത്ത പോയിന്റ് മക്കളെ, ഇവര് ആര്യന്മാരല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ, അതായത് നോൺ ആര്യൻസിന് ഇവരൊക്കെ എന്ത് ചെയ്യും? ആക്രമിച്ച് കീഴടക്കിയിട്ട് അവർക്ക് എന്താ ഇവർ ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് ദാസന്മാരെന്നും ദസ്യുക്കളെന്നും എന്താണ് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആര്യന്മാരല്ലാത്തവരൊക്കെ ഇവരെന്താ കീഴടക്കി അവരുടെ കീഴടക്കിയിട്ട് അവരെ അധീനതയിൽ വെച്ചിട്ടായിരുന്നു അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താ ദാസന്മാരായിട്ട്, അതായത് അടിമകളായിട്ടായിരുന്നു ഇവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏർലി വേദിക് പീരീഡിൽ പഠിക്കാനുള്ളതെങ്കിൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? ലേറ്റർ വേദിക് പീരീഡ് അഥവാ പിൻകാല വേദകാലഘട്ടത്തെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് മക്കളെ? നമ്മുടെ സാമവേദ, യജുർവേദ, അഥർവവേദയിൽ നിന്നാണ് അല്ലേ വിവരങ്ങൾ ലഭിക്കുന്നത്. ഏത് കാലഘട്ടമാണ് ഇവിടെ തുടങ്ങുന്നത്? 1000 BC മുതൽ 600 BC വരെയാണ് എന്താണ് ഈ ഒരു പിൻകാല വേദകാലഘട്ടം അഥവാ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നോക്കിക്കേ, ഇവരെ കുറിച്ച് എന്താണ് ഇവരുടെ മനുഷ്യജീവിതത്തെ കുറിച്ചൊക്കെ ഈ കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ അഥവാ വേദങ്ങളാണ് മിസ് തുടക്കത്തിൽ പറഞ്ഞ സമവേദ, യജുർവേദ, അഥർവവേദ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആര്യന്മാര് ഈ ഒരു പിൻകാല ഘട്ടത്തിലായപ്പോൾ, അത് പിൻകാല വേദകാലഘട്ടം ആയപ്പോൾ അഥവാ ലേറ്റർ വേദിക് പീരീഡ് ആവുന്ന സമയത്ത് ഇവര് സിന്ധു സമതലത്തിൽ നിന്ന് ആളുകളൊക്കെ എന്താ ഗംഗാ സമതലത്തിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി. അപ്പൊ ഈ ഗംഗാ സമതലം എന്താണെന്ന് നമ്മളെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഈ ഗംഗാ നദി ഉണ്ടാവില്ലേ, നമ്മുടെ ഗംഗാ നദിയെ ചുറ്റിപ്പെട്ടിരിക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്താ ഗംഗാ സമതലം എന്ന് പറയുന്നത്. സിന്ധു സമതലം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, സിന്ധു നദിയുടെ ചുറ്റുപാടുമുള്ള പ്രദേശത്തെ നമ്മൾ എന്താ സിന്ധു സമതലം എന്ന് വിളിക്കുന്നത് പോലെ ഗംഗാ നദിയുടെ ചുറ്റുപാടുമുള്ള പ്രദേശത്തെ നമ്മൾ എന്ത് വിളിക്കും? ഗംഗാ സമതലം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എൻ്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, ഗംഗാ സമതലം എന്ന് പറഞ്ഞാൽ മക്കളെ ഒരുപാട് ഇരുമ്പുകൾ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അപ്പോൾ ഒരുപാട് ഇരുമ്പയിര് കിട്ടുന്ന സമയത്ത്, ഒരുപാട് ഇരുമ്പ് നിക്ഷേപം ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കൂലേ, ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കൂലേ. അപ്പം ഇവരെന്ത് ചെയ്തു? ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ വലിയ കാടൊക്കെ എന്ത് ചെയ്തു? വെട്ടി തളിച്ചിട്ട് അവിടെ എന്ത് ചെയ്തു? കൃഷി ആരംഭിച്ചു. അപ്പം നമ്മളെ ഏർലി വേദിക് ഏജിലെ ആളുകളുടെ മുഖ്യ തൊഴിൽ എന്താണ്? കന്നുകാലി വളർത്തലാണെങ്കിൽ ലേറ്റർ വേദിക് ഏജിലെ ആളുകളുടെ മുഖ്യ തൊഴിൽ എന്തായി മാറി? കൃഷിയായി മാറി. അപ്പൊ അതിന് ഇരുമ്പ് എന്താ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡ് എന്താ മക്കളെ ഇരുമ്പ് യുഗം എന്ന് അയണേജ് എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവരുടെ ഇങ്ങനെ ഒരുപാട് ഇരുമ്പൊക്കെ കിട്ടി, ഒരുപാട് കൃഷിയിൽ ഏർപ്പെട്ട് ഇവരെന്താ ഒരുപാട് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താണ്? കൃഷിയായി മാറി എന്നാണ്
പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ അടുത്ത പോയിന്റ് നോക്കിയേ, കൃഷി ചെയ്യുന്ന സമയത്ത് മക്കളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് താമസിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കൃഷി നശിച്ചു പോലെ. അപ്പൊ ഇവരെന്ത് ചെയ്യും, ആ ഒരു സ്ഥലത്ത്, ആ ഒരു പർട്ടിക്കുലർ സിറ്റി അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്ഥലത്ത് എന്താ അവർ താമസിക്കും. അപ്പോൾ എന്താണ്, സ്ഥിരതാമസം ആരംഭിക്കാൻ തുടങ്ങി. പിന്നെന്താണ്, ഇരുമ്പ് കുറേ ഉണ്ട്, ആയുധങ്ങൾ കുറേ ഉണ്ട്, അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ എന്താണ്, വീണ്ടും വീണ്ടും എന്താണ്, കാർഷികോൽപാദനം അഥവാ ഒരുപാട് എന്താണ് ക്രോപ്സും കാര്യങ്ങളും ഉണ്ടാവാൻ തുടങ്ങിട്ടോ ഈ ഒരു പീരീഡിൻ്റെ അകത്ത്. അതേപോലെ തന്നെ അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വളർന്നു വന്ന സമയത്തെ ഒരുപാട് തൊഴിലുകൾ എന്താണ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ എന്താ, സമൂഹത്തെ 4 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ സമൂഹത്തെ 4 വിഭാഗങ്ങളായിട്ട് എന്താണ് തിരിച്ചു. ഇങ്ങനെ സമൂഹത്തിനെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗങ്ങളാക്കുന്നതിന് എന്താ മക്കളെ പറയാ, ചാതുർവർണ്ണ സമ്പ്രദായം അഥവാ ചാതുർവർണ്ണ സിസ്റ്റം എന്നാണ് പറയുന്നത് കേട്ടോ. ജോലിയുടെ അടിസ്ഥാനത്തിലാട്ടോ ഇവരെങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ ആയിരുന്നു ഇവരെന്താണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഈ ബ്രാഹ്മണന്മാര് പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ബ്രാഹ്മണന്മാർ എന്ന് പറയുമ്പോൾ എന്താ, ദൈവത്തിന്റെ തലേന്ന് വന്ന ആളാണ് പോലും. ക്ഷത്രിയന്മാർ പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ, കൈ നമുക്ക് നല്ല പവറൊക്കെ വേണമെങ്കിൽ, നമുക്ക് ഡിഷും ആക്കണമെങ്കിൽ നമുക്ക് കൈ വേണ്ടേ. അപ്പൊ എന്താ, ക്ഷത്രിയന്മാർ എപ്പോഴും എന്താ, യോദ്ധാക്കളായിരിക്കും അല്ലേ. അപ്പൊ അവർ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വന്നവരാണെന്നും. വൈശ്യന്മാരെന്ന് പറയുന്നത് എന്താണ്, അവർ ഈ ട്രേഡും വ്യവസായം കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകുന്ന ആളുകളാണ്. അവരെന്താണ്, ദൈവത്തിന്റെ തുടയിൽ നിന്ന് വന്ന ആളുകളാണെന്നും. അതേപോലെ ശൂദ്രന്മാരുടെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്നത് അവർ ദൈവത്തിന്റെ കാൽപാദത്തിൽ നിന്നും വന്നവരാണെന്നാണ് പറയുന്നത്. ഇത് ആര് പറയുന്നത്, ബ്രാഹ്മണന്മാര് പറഞ്ഞു വെച്ചാട്ടോ, നമ്മൾ പറഞ്ഞു വെച്ച സംഭവം ഒന്നല്ല കേട്ടോ. അപ്പൊ നോക്കിക്കേ, അതേപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ മൃഗങ്ങൾക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏർലി വേദിക് പീരീഡിൽ എന്താ, മൃഗങ്ങൾ എന്താ ദൈവമായിട്ട് ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൃഗത്തിന് വേണ്ടി എന്ത് ചെയ്യാനും എന്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ആളുകൾ തയ്യാറായിരുന്നു. മൃഗമാണ് അവരെന്താ സമ്പത്ത് എന്ന് പറയുന്നത്. അവരെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മൃഗം തന്നെയായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ എവിടെ എത്തി, ലേറ്റർ വേദിക് പീരീഡിലേക്ക് വന്ന സമയത്ത് മൃഗത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു. അവരൊരുപാട് യാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്തിനാ മക്കളെ, രാജാവിന്റെ അധികാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി രാജസൂയം, അശ്വമേധം പോലുള്ള ഒരുപാട് യാഗങ്ങൾ ചെയ്തു. ഈ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഇവർ അധിക യാഗത്തിന് മൃഗങ്ങളെ ബലി കഴിപ്പിച്ചിട്ടായിരുന്നു. അപ്പൊ മൃഗബലി എന്താണ്, കുറച്ചുകൂടെ നല്ല രീതിയിൽ കൂടുതലാവാൻ തുടങ്ങി. ഏത് കാലഘട്ടത്തിൽ എന്നാ പറയുന്നത്, നമ്മുടെ ലേറ്റർ വേദിക് പീരീഡിൽ. അപ്പോൾ ഒരു കാലത്ത് ദൈവമായി കണ്ട മൃഗങ്ങൾ എന്താണ്, ഇവര് ബലി കഴിക്കുന്ന സിറ്റുവേഷനിലേക്ക് ഒരു പീരീഡ് മാറിയപ്പോഴത്തേക്ക് വന്നു അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കളെ നമ്മുടെ ഏതില് വേദിക് ഏജിൽ പഠിക്കാനുള്ളത്. അപ്പൊ മക്കൾക്ക് വേദിക് ഏജ് മനസ്സിലായെന്ന് മിസ് വിചാരിക്കട്ടോ. വളരെ കുഞ്ഞു ടോപ്പിക്കാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിട്ടാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മിസ് പുതിയൊരു ടോപ്പിക് ആയിട്ട് വരട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.